കടലിൽ വലയിടാൻ വന്നതാണ്. തണ്ടാടി വലയാണ് ഇടുന്നത്. സൈഡിൽ കൂടെയാണ് വല ഇടാൻ ഉദ്ദേശിച്ചത്. കുറഞ്ഞ വെള്ളത്തിൽ വലയിട്ടിട്ട് ഞണ്ടിനെയും മീനൊക്കെ പിടിക്കാനുള്ള വലയാണ് ഇത്. അങ്ങനെ വലയിടാൻ ഇറങ്ങിയിട്ടുണ്ട്. വലയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. വറ്റകളാണിത്. വറ്റകളും പിന്നെ ഞണ്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത് നോക്കാം. മാന്തളാണിത്. അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല ഫ്രഷ് മീനെ കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ വറ്റകളുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വറ്റകളാണ് കുടുങ്ങിയത്. ക്യാമറയിൽ അത് ചെറുതായിട്ടാണ് തോന്നുക. നല്ല വലിപ്പമുണ്ട് വറ്റകൾ. ഇവിടെ വീണ്ടും ഞണ്ട് ഇതാ കുടുങ്ങി കിടക്കുകയാണ്. വലയിൽ ചുരുണ്ട് കിടക്കുന്നുണ്ട് മൂപ്പര്. വലയിൽ ഞാൻ എടുത്ത് ഒഴിവാക്കാൻ ലേശം പണിയാണ്. ചുരുണ്ട് കിടക്കുന്ന ഞണ്ടിനെ വല നന്നായിട്ട് പൊതിഞ്ഞ് പോയിണ്. ഇത് എടുക്കാൻ ലേശം പാടുപെടും. അവന് ഇറുക്കാനൊന്നും കഴിയില്ല. വലയിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇറങ്ങാൻ കഴിയാത്ത കുളത്തിലായിന്. ഇതാ വീണ്ടും ഒരു ഞണ്ട് മലർന്ന് കിടക്കുന്നുണ്ട് ഇവിടെ. ഇതാ പുതിയൊരു ഞണ്ട് വേറെ ഒന്ന്. പുള്ളിഞ്ഞണ്ടാണിത്. പുള്ളിഞ്ഞണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഫ്രഷ് ഞണ്ട് കിട്ടുമ്പോൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കറി ഉണ്ടാക്കാറുണ്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട്. ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാം. അപ്പോൾ വീണ്ടും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വലയിലിഞ്ഞ് എന്തൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നോക്കാം. ആ വറ്റ ഉണ്ട്. വീണ്ടും വറ്റ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള വറ്റകളാണ് കിട്ടിയതൊക്കെ. ഇനി മീനെടുക്കുക. നമ്മളെ സുഹൃത്ത് ഹമീദാണ് ഒപ്പം ഉള്ളത്. അവൻ്റേതാണ് വല. അപ്പം ഞണ്ടിനെ എടുക്കുകയാണ്. ഞണ്ട് ഭയങ്കര പാടാണ് ഞണ്ടിനെ എടുക്കാൻ. അപ്പോൾ അധികം വീഡിയോ ഞണ്ടിൻ്റെതില്ല. വറ്റകൾ എടുക്കാൻ നല്ല സുഖമാണ്. വലയിൽ നിന്ന് മീനുകൾ എന്ത് കുടുങ്ങിയാലും എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ മീനുകളെ ഓരോന്നും വലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വറ്റകളിതാ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന വറ്റകൾ ഇതാണ് വലയിൽ നിന്ന്. മീനുകൾ നല്ല മീനുകളാണ് ഇതൊക്കെ. ഇതൊക്കെ കറി വെച്ചും പൊരിച്ചും കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എന്താ മീനുകൾ നല്ല ഭംഗിയുള്ള മീനുകളാണ്. വറ്റകൾ ഫ്രഷായിട്ട് കിട്ടിയത്.